ഇങ്ങനെയൊന്നുമല്ല ഇവരെ തയ്യാറാക്കണ്ടേ. ആദ്യം കഞ്ചാവ് കയ്യിൽ വെച്ച് ചാരായം തൊട്ട് നനയ്ക്കണം. എന്നിട്ട് പൊയില ചാരായത്തിലിട്ട് കഴുകണം. രണ്ടും കൂടി അരിഞ്ഞു വെച്ച് കുടുക്കയിൽ കള്ളൊഴിച്ച് വലിക്കണം. കൂട്ട് ശരിയായാൽ വെച്ചോണ്ടിരിക്കരുതെന്ന അല്ല, കഞ്ചാവിന്റെ. പടുക്കയ്ക്ക് വെച്ച കഞ്ചാവിന് ലാഭന്മാര് വഴക്കുണ്ടാക്കാഞ്ഞത് നമ്മുടെ നല്ല കാലം. ആണ്ടവര് വലിച്ചുകൊണ്ടാവും, അമില് പോരാ. ആണ്ടവരല്ല, വല്യാണ്ടവര് വലിച്ചാലും അമല് പോകത്തില്ലടോ. പുക കുറവാണേലും നല്ല അമില്. ശരിയാ മാളോരെ, നല്ല അമില്. ആഹാ, നല്ല അമല്. മാളോർക്ക് അമല് കേറി തുടങ്ങിയെന്ന് തോന്നുന്ന. ഇല്ലടോ, ഈ നാരായണന് അമില് കയറാൻ ഇത്തിരി വിളിക്കും. വാശിയാണോ? എന്നാ മാളോര് ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്യേ. മാളോരുടെ കയ്യ് മാളോരുടെ തലയ്ക്ക് മീതെ 3-4 ചുറ്റു ചുറ്റി മൂക്കിന്റെ അറ്റത്തൊന്ന് തൊടാം. മാളനെ കൊണ്ട് നടക്കത്തില്ല. ഇതാ നോക്കിക്കോ. തന്റെ വിരല് മൂക്കിനകത്താ വീണത്.
വന്നാട്ടെ. മൂർത്തിയുടെ പരബ്രഹ്മ മൂർത്തിയുടെ അനുഗ്രഹത്തിനായി സന്താന ഭാഗ്യത്തിനായി രൂപങ്ങൾ വാങ്ങിക്കാം. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. தனிச்சிருந்து வாழும் தவமணியே நானா தனிச்சிருந்து வாழும் கலமொழியே நானா தனிச்சிருந்து வாழும் தவமணியே நானா தனிச்சிருந்து வாழும் கலமொழியே. അങ്ങനോട് ഇല്ലാത്തപ്പോഴുള്ള നിങ്ങളുടെ വരവ് നിർത്തണം. നടന്നൊക്കെ നടന്നു. അതിന്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത്. നാട്ടുകാരെ കൊണ്ട് പറയിച്ച് അടങ്ങും. അതിനിപ്പോ നാട്ടിലൊക്കെ പപ്പടം എത്തിക്കണ്ടായോ? മനുഷ്യനെ അല്പം ഭഗതിരിവ് കാണിക്കണം. അതിനിപ്പോ ഗോതമ്മേ, ഞാൻ മാത്രമായിട്ട് എന്ത് വകതിരിവ് കാണിക്കാനാ? ഒരു സഹകരണ അടിസ്ഥാനത്തില് നമ്മളൊരു വകതിരിവുകൾ കാണിച്ചു. അതിനിപ്പം എന്തുണ്ടായി? ഈ കുടുംബം തകർക്കരുത്. ചേടാ, മാധു പപ്പടവുമായി വീടുകളിൽ പോകുന്നു, ചെലവാക്കുന്നു, തിരിച്ചു പോകുന്നു. ആണ്ടവാ. പക്ഷെ മാധുവിനെ എവിടെയെങ്കിലും ഒതുക്കാമെന്ന് ആരും കരുതണ്ട. ഓച്ചിറ കാലം കൊണ്ടാ ഇത്രയും കാലം നടന്നതെന്ന് ഇവളുമാർക്കറിയാം. വളരെ കാളച്ചന്തയെന്നായിരിക്കും. വെറും കയറോടാണല്ലോ വരവ്. പറ്റിയ കാള ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട്. പക്ഷേ ഉപ്പൂടി ഇത്തിരി കുറവാ. മുക്കറിടാനായിരിക്കും. എന്തോന്ന് തമാശയായത് മാളവരെ. പാവപ്പെട്ട പണ്ടാരം പൊയ്ക്കോട്ടെ. വിശേഷങ്ങളെ കേട്ടിട്ട് പോവാം. ചെറയരിക്കത്ത് 2 മൂരിയുമായി തന്റെ ലവം വന്നിരുന്നു. കച്ചവടം നടന്നില്ല. മാപ്പിളമാര് ഓച്ചറക്കാളെ കണ്ടാലും ഇറച്ചി വിലയ്ക്ക് കണ്ണു വെക്കുന്നവരാ. അവസാനം 2ന്റെയും വരിയടച്ച് വണ്ടിക്ക് കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ പോയാലോ? താനിപ്പം പപ്പടത്തിൽ പൊടി കൂടുതൽ ഇടുന്നെന്ന് കേട്ടു. പിന്നെ പപ്പടത്തിൽ പൊടി ഇടണ്ടായോ മാളവരെ? പൊടി ഇടണം, പക്ഷെ പപ്പടത്തിലെ ഇടാവൂ. വീടുകളിൽ ദിവസവും പെണ്ണുങ്ങൾ പപ്പടം പാത്രത്തിൽ നിർത്തുമ്പോ ആണുങ്ങൾ എന്തെങ്കിലും അറിയുന്നോ? ഏതായാലും ഇപ്പോ മാധുവിന്റെ പപ്പടത്തിന്റെ പൊരിച്ച മണം തെക്കോട്ടും വടക്കോട്ടും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം. മാളവര് സന്തോഷിക്കണമെന്നേ എനിക്കും ആഗ്രഹമുള്ളൂ. അതെ, സന്തോഷം. തന്റെ ഈ കവച്ചുകാറ്റുള്ള നടത്തയും പപ്പടക്കൊട്ടയും മോന്തലെ മറുവെല്ലാം കാണുമ്പം സന്തോഷമല്ലേ വരത്തുള്ളൂ. കാളയുമായിട്ടായിരുന്നല്ലോ സഹവാസം. മാളവരും അങ്ങനെ തന്നെയാണല്ലോ. കാളത്തരവൻ എന്നാണല്ലോ ആളുകൾ പറയുന്നത്. കാളകൾ കൂടുമ്പം തരവന്മാരും കൂടും. കയറിന്റെ കുറവേ ഉള്ളൂ എന്ന് വെച്ചോണം. മാളവര് പറഞ്ഞത് തന്നെ ശരി. എന്നാലേ ഇത് തനിക്ക് തന്നെ ഇരിക്കണം. മാളവരെന്താ കാണിക്കുന്നത്? മോശമല്ലേ ഇത്? ആരെങ്കിലും മോശം മോശം എനിക്ക് എന്ന് വെച്ചോ. ശരിയെന്നറിയാൻ കിട്ടുമെന്ന് കരുതിയാൽ മതി.
കാവിന്റെ കിഴക്കേതിൽ നാരായണന്റെ മകൻ കുട്ടപ്പൻ. പോരാട നക്ഷത്രം. കാവിന്റെ കിഴക്കേതിൽ നാരായണൻ മകൻ കുട്ടപ്പൻ വാടിച്ചു പുറത്തേക്കുമ്പോൾ നാഗരാജാവ് നാഗേശ്വരൻ പ്രസാദിക്കുകയും തീരാറുള്ള മഹാവ്യാധികൾ തീർക്കുകയും ദീർഘായ സമർത്ഥനങ്ങളായും നാഗരാജാവ് നാഗേശ്വരൻ കേട്ട് പ്രസാദിക്കുകയും വാടിച്ച സഹോദരിക്ക് സർപ്പദോഷത്തെ കഴിക്കുകയും ഓരാളുള്ളത്താല് സർപ്പദോഷം തീർത്തത. പപ്പടം മാത്രം കൊണ്ട് ഒന്നും ആവൂല. കാശുണ്ടാക്കണേൽ പന്തളത്തെ മാണപ്പണ്ണിനെ പോലെ വല്ല മുട്ടായി ബിസിനസ്സും തുടങ്ങണം. അണുകുണ്ട് എന്തൊരു ചെലവാണെന്നോ. കുറച്ച് ശർക്കര കൂടെ മതി. ഒരു ഉത്സവം കഴിയുമ്പോഴേക്കും 10 പുത്തൻ ഉണ്ടാക്കാം. കപ്പലിന്റെ മുട്ടായിക്ക് നല്ല ചെലവാ. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? 5-6 പപ്പടം ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാൽ അത് തന്നെ ശരിക്കും നടക്കത്തില്ല. കുലത്തൊഴിൽ മുടക്കരുതല്ലോ എന്ന് കരുതി ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാ. ഇതുമായിട്ടാ തോന്നി ഞാനൊന്നും പൊളിക്കത്തില്ലെന്ന്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കണ്ടില്ലേ, അപ്പനും മോളും കൂടെ വേലിയിട്ട് ഇപ്പൊ എല്ലാം നേരെ വെക്കാന്നാ വിചാരം. ഇവിടെ കിട്ടുമ്പോ വേറെ എടുത്ത് പൊളിക്കല. മോളുടെ കാലത്ത് ആരും വേലി പൊളിക്കാതിരുന്നാ കൊള്ളാം. വിത്തുകൂടെ എങ്ങനെയാ? വേണ്ട, ഒരു വിത്ത് അയലത്ത് നടക്കുന്നു. ഈ ഇമ്പോറ്റി മൊന്തയിലെ മറുകിൽ രോമവുമായി ദിവസം 10 പ്രാവശ്യം ബാക്കിയുള്ളവർക്ക് അത് കാണേണ്ട ഗതികേടാ. ആണ്ടാരാ ഇങ്ങേരുടെ അല്ലെന്ന് പറയാൻ നിൽക്കോ? അതേടി, അവൻ എന്റെ മോൻ തന്നെ. ചായ. കുട്ടപ്പാ, വാ. കടല വേണോ? വാ. വയ്യ, മടുത്തു. എത്ര നാളാ ഇങ്ങനെ? എല്ലാം അറിഞ്ഞിട്ടും കേട്ടിട്ടും നിനക്ക് നിന്റെ മോനും തെളിവ് തരാൻ ഞാൻ മടിച്ചില്ല. ഇപ്പൊ എന്നെ അവമാനിക്കാൻ കൂടെ തുടങ്ങിയിരിക്കുന്നു. എന്തുണ്ടായിന്നാ നിങ്ങൾ പറയുന്നത്? നിന്റെ മോന് ഞാൻ കൊടുക്കുന്നത് പോരെങ്കിൽ പറഞ്ഞേക്കടി. കടകളിൽ കയറ്റി അവകാശത്തിന്റെ പേര് ചായ വാങ്ങിച്ചു കൊടുക്കാൻ അയലത്തുകാരനുണ്ടല്ലോ. എടാ, നിനക്കാരെങ്കിലും ചായ വാങ്ങിത്തന്നോ? തന്നു. ആരടാ? അങ്ങേതിന് മോള് കൊണ്ടുവരാം.
ഇങ്ങനെ അങ്ങ് ഒത്തു കിട്ടുവോ? അങ്ങനെ അങ്ങ് ഒത്തു കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഒളിച്ചുണ്ടായ വിളിച്ചു പറയും. ആ, അതിന് ബീഡി കൊടുത്ത് വീട് തമ്പര. ആർക്കാ? അച്ഛന്. ഇത്രയും രാവിലെ നിന്റെ അച്ഛൻ എന്തിനാ ഇത്രയും ബീഡി? വേറെ ആരെങ്കിലും കാണുമായിരിക്കും. നിന്റെ അച്ഛന് ബീഡി വലി ഇപ്പൊ കൂടുതലാണല്ലോടാ കൊച്ചനെ. പണ്ടാരന്മാര് അവിടെ അങ്ങ് ഇരിപ്പുണ്ടോടാ കുട്ടപ്പ? നിനക്ക് വല്ലതും തരുവോടാ കൊച്ചനെ? വീട്ടിൽ അല്ലറ ഇല്ലറ വഴക്കൊക്കെ കേൾക്കാറുണ്ടല്ലോ. ഗോപാല, കാര്യം പറഞ്ഞിട്ട് എന്നാതെ പിണങ്ങും. ആ, എണ്ണു പിണങ്ങിയതാ കാര്യം. ആ കൊച്ചനെ മനസ്സിൽ കൊണ്ടുവേണം തമ്പ്രാക്കന്മാരെ. ഞാനൊന്ന് പോടൂ. അവന്റെ ഈ പൊണ്ണത്തടിയേ ഉള്ളൂ. ആളൊരു ബുദ്ധൂസാ. കൊച്ചുപണ്ടാരം അതൊക്കെ പോ. സത്യം പറഞ്ഞ ഈ നെടുനീളം മുട്ടകൾ വിരിയുന്നത് വെടക്കോഴി കുഞ്ഞുങ്ങളായിട്ട് തന്നെ. നിനക്ക് എത്ര മുട്ട പകരം വേണ്ടേ? 11. എന്റെ മുട്ടകൾ ഇതുപോലൊക്കെ തന്നെയാ. പക്ഷെ അയലത്ത് പൂവനുണ്ടെന്ന് വെച്ച് വിശ്വസിച്ച് എങ്ങനെ അടവിക്കും? ഓ, അതൊക്കെ ഭാഗ്യമാ. അയലത്തെ പൂവിന്റെ മുട്ടയായി കൂടുന്നുണ്ടോ? ഏതായാലും മുട്ടയൊന്നും ആകാശം കാണിക്കരുത്. ഒരു ഇരുമ്പ് തുണ്ടും 2 വർഷം കരിക്കട്ടെ ഉമ്മിക്കകത്തിട്ട് വേണം അടവയ്ക്കാൻ. അമ്മേ, കൊച്ചു കൊണ്ടാണെന്ന് എല്ലാരും എന്നെ വിളിക്കുന്ന എന്താ അമ്മേ? എന്തിനാണ് അമ്മേ അങ്ങനെ വിളിക്കുന്നത്? ഓളേക്കാം, ആ വീഡിയോ കൊണ്ട് കൊടുത്തു. ഇനി ആരെങ്കിലും അങ്ങനെ വിളിച്ചാൽ തന്നെ ഒന്നും പറ.